എനിക്ക് തോന്നുന്നു ഇത് സ്റ്റീലിന്റെ ആണല്ലേ? ഇത് സ്റ്റീലല്ല. ഇത് ഇനി ഇതില് നമുക്ക് 3 ഡോറിന്റെ അലമാറ ഉണ്ട്. 3 ഡോറിന്റെ അലമാറ ഇന്ത്യയിൽ എവിടെയും കിട്ടാത്തൊരു പ്രൈസിലാണ് നമ്മൾ കാണിക്കുന്നത്. അത് ലോക്കറോട് കൂടിയിട്ട് കേട്ടോ. ലോക്കർ ഉണ്ട്, ലോക്കറോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 3 ഡോർ അലമാര മാർക്കറ്റിൽ 20,000 രൂപ വില വരുന്നതാണ്. എത്ര രൂപയ്ക്ക് നമ്മൾ ഇട്ടുണ്ടാവും? ഗസ് ചെയ്യാൻ പറ്റുമോ? 15. ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 6,990. ഇതൊരു വീട്ടിലേക്ക് നമ്മൾ ആ ബേസ് ഒന്ന് പറഞ്ഞില്ലേ, ഇതൊരു വീട്ടിലേക്ക് 2 കൊടുക്കും. അതെന്താ 3 ഡോർ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പൊ 2 വേണമെന്നൊക്കെ ഉണ്ടാവും. 2 റൂം ഉണ്ടാവും. അപ്പൊ ഇതൊരു 2 അതൊരെണ്ണമായിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക പരമാവധി. അതായത് ഇതൊരു 50 വേണം പറഞ്ഞ കൊടുക്കില്ല, ഒരു ഫാമിലിക്ക് 2. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഇതിലിപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു വിളിച്ചിട്ട് അപ്പൊ ഞങ്ങൾ എത്ര എടുത്ത് നിങ്ങൾ റേഷൻ കാർഡ് കൊണ്ടുവരാൻ പറയുന്നു, അങ്ങനെയൊക്കെ ട്രോളുകൾ വരും. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല. ഇതെങ്ങനെയാ വെച്ചാൽ വരിക, നമ്മളെ ഫോളോവർ കമന്റ് ചെയ്ത് വരിക. ഇനി മെനക്കെട്ടിട്ട് ഇപ്പൊ ഒരു വട്ടം വന്നു പിന്നെയും വരിക, അങ്ങനെയൊക്കെ എടുക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഫോണിലൂടെ വിളിച്ചിട്ട് 50-100 പറയില്ല. നേരിട്ട് വരുന്നവർക്ക് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുന്നവർക്കുള്ള ഓഫറാണ്. കാരണം ഈ 15 എന്നൊക്കെ പറഞ്ഞ പോലെ വിലകൾ തന്നെയാണ് മാർക്കറ്റില്. ഇത് ക്വാളിറ്റി കുറച്ചിട്ടൊന്നും അല്ല കേട്ടോ, കാരണമുള്ള മോഡല് വെർട്ടിക്കൽ ബോർഡ് തന്നെയാണ്. ഇനി ലോക്കർ ഇല്ലാത്ത ഐറ്റങ്ങളൊക്കെ അതിനും വില കുറഞ്ഞുണ്ട്. ലോക്കർ ഇല്ലാത്തതാകുമ്പോ അതിനായിട്ട് നമുക്ക് ഒരു 500 രൂപയൊക്കെ കുറയും. പക്ഷെ ലോക്കർ ഉള്ളതാകുമ്പോ കുറച്ചുകൂടി നല്ലതാണ്. ഇനി ഞാൻ ഇതിൽ വേറൊരു സംഭവം കാണിച്ചു തരാം. അത് ഇതിനും പെട ഓഫറാണ്. കാരണം ലൈറ്റുള്ള ഡ്രസ്സിങ് അലമാറ നമുക്കൊന്ന് കണ്ടോക്കാം. അപ്പൊ നമ്മള് ഞെട്ടണ ഓഫറാട്ടോ, സ്പെഷ്യൽ ഓഫറാണ് ഇത്. ഡ്രസ്സിങ് മോഡല് ഇപ്പൊ വീട്ടുകളിൽ ഏറ്റവും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണിത്. ഇതിലെ ലൈറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെക്കാം, നമ്മളെ ലൈറ്റ് കണക്ഷൻ ചെയ്യണം. അതേപോലെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇത്രയും സൗകര്യമുണ്ട്. ഇവിടെ ഹാങ്ങറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പർട്ടിക്കൽ ബോർഡിന്റെ ഇത് ചെതല് മറ്റേ ഉറക്കുത്ത ചെതല് വരെ ഒന്നും ചെയ്യില്ല. ഈ സംഭവത്തിന് നമ്മള് മാർക്കറ്റിൽ നമുക്ക് 24-25 റുപ്യ പ്രൈസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഹോൾസെയിലിനായിട്ട് കുറച്ചാണ് നമ്മളൊരു ഓഫർ ഇട്ടിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് 2 എന്ന രീതിയിൽ ആ ബേസ് നമ്മൾ 1 പറഞ്ഞു, മറ്റേത് 2 പറഞ്ഞു. ഈ 3 ഡോർ നമ്മൾ 2 വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് എത്തുന്നില്ല. ഇപ്പൊ ദൂരെന്ന് വരികയാണ്, ട്രിവാൻഡ്രം അവിടെ നിന്നൊക്കെ ഇത്ര കൊല്ലത്തു നിന്നൊക്കെ വരുമ്പോൾ അവർ 1 മതി റിക്വസ്റ്റ് ചെയ്ത് ഈ ഒരു മോഡല് നമ്മൾ 2 ആക്കിയിരിക്കുകയാണ്. 3 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഈ 25 റുപ്യ വരത്തുള്ളതിന് എത്ര റുപ്യ ആയിരിക്കും നമ്മൾ ഇട്ടുണ്ടാവുക? ഇതിന് 15 ഇട്ടുണ്ടാവും. ഇതിന് 15 ഒന്നുമില്ല, ചെറിയ പ്രൈസിലാണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത്. വെറും 7,990 ഇട്ടിരിക്കുന്നത്. 7,990 ഈ ലൈറ്റുള്ള ഈ പർട്ടിക്കൽ ബോർഡ് 4 അടി വീതി 6.25 ഇന്നങ്ങോട്ട് ഹൈറ്റുള്ള അലമാറ കൊടുത്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ആരും കൊടുക്കൂല ഈ ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ക്വാളിറ്റിയിൽ. വീഡിയോ റീച്ച് ആക്കാൻ വേണ്ടി ഇപ്പൊ 2,000-3,000 ഒക്കെ വീഡിയോകളുണ്ട്. തുറന്ന് നോക്കിയാ അതിൽ ലാസ്റ്റ് പറയും EMI. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറയും എന്താ ആദ്യം വരുന്ന 10 പേർക്ക്. ഇത് അങ്ങനല്ല, ഇത് 1000 പേരല്ല, 2000 പേരല്ല, 3000 പേര് വന്നല്ല. നമ്മൾ ടൈം എടുത്ത് 3-4 ആഴ്ച സമയം എടുത്തതിന് എത്ര പേർക്ക് വേണമെങ്കിലും നമ്മളിത് കൊടുക്കും. അപ്പൊ നേരിട്ട് വന്ന് 500 രൂപ കൊടുത്ത് നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് കണ്ടിട്ടാണ് കൊണ്ടുപോകേണ്ടത് വെച്ചാൽ പിന്നെ ഇത് ഐറ്റം വരുമ്പോ വിളിക്കും. അപ്പൊ ചിലപ്പോ 1-2 ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. തിരക്കല്ല, ഇത്രയും ആളുകൾക്ക് കിട്ടണ്ടേ. നമ്മള് ഇത് കൊടുക്കാതിരിക്കുന്നില്ല, വന്ന് ഒരാളെയും നിരാശപ്പെടുത്തുന്നില്ല, നമ്മൾ കൊടുക്കും. കയ്യോടെ കൊണ്ടുപോകാന്നല്ല. ചില സമയത്ത് ഇത് എക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 4-5 പീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. ഈ കിട്ടുമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവര് പറയും നിങ്ങൾ പറഞ്ഞിട്ടാ വന്ന് പറയും. അപ്പൊ ഇത് ബുക്ക് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി വരികയായിരിക്കും നല്ലത്. അല്ലാതെ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അങ്ങോട്ട് കൊടുക്കാനാ പറഞ്ഞു വന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ചിലപ്പോൾ നമുക്ക് കിട്ടും ചെയ്യും. അത് നമ്മൾ 100% ഉറപ്പ് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മള് ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞിട്ടേ പറഞ്ഞു. കാരണം നമുക്ക് കുറെ വീഡിയോ റീച്ചായി ആളുകൾക്ക് ഇതാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അവരുടെ ഉള്ള കാര്യം സത്യം. നമ്മുടെ ഫോളോവേഴ്സ് അങ്ങനെയാണ്. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടറിയാം. സാധാരണക്കാരും എല്ലാ ആൾക്കാരും അത് കണ്ട് വിശ്വസിച്ച് 600-700 കിലോമീറ്റർ ദൂരെ നിന്ന് വാടകയും കൊടുത്ത് വന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പൊ അവരെ നമ്മള് ചതിക്കാൻ തയ്യാറല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് അപ്പൊ ചേട്ടന്റെ വീടും സ്ഥലമൊക്കെ എവിടെയാണ്? എന്റെ സ്ഥലം എന്ന് പറഞ്ഞ പാഞ്ഞാളാണ്, ഇവിടെ അടുത്താ. ഷൊർണൂര് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ആണ് എടുത്ത് വരാം. ഇരിക്കും. അപ്പം ചേട്ടനാണെങ്കിൽ ഡെയിലി പോയി വരാം. 10 മിനിറ്റ് യാത്ര ഉള്ളൂ. നമുക്ക് ഇനിയൊരു ഷോപ്പ് ഉള്ളത് വെട്ടിക്കാട്ടില്ല. അവിടെ നിന്നാകുമ്പോ 4-4.5 കിലോമീറ്റർ വരുള്ളൂ. രണ്ടിടത്തും ആയിട്ട് എങ്ങനെ? രണ്ടിടത്തും ഉണ്ടാവും. നമുക്ക് കസ്റ്റമർ അവിടെയാണ് നമ്മളെ വീഡിയോ കണ്ടുവരുന്ന വെച്ചാൽ അവിടെ ഉണ്ടാവും. രാവിലെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ഉച്ചകഴിഞ്ഞ് ഇവിടെ ഉണ്ടാവും. കൂടുതൽ നമ്മൾ ഷൊർണൂര്
കുറച്ച് മുമ്പ് ഒരു 4 വർഷം മുമ്പ് ഫസ്റ്റ് തുടങ്ങിയതായ കാരണം ഇവിടെ കൂടുതൽ കസ്റ്റമർ വരിക. ഈ ഒരു ഐഡിയ വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പഠിപ്പ് നമ്മളെ സൈഡായി ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു കയറിയത് പാർട്ട് ടൈം ആയിട്ട് കയറിയ ഷോപ്പ് ഫർണിച്ചർ ഷോപ്പായിരുന്നു. പിന്നെ അവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഒരു 10 വർഷത്തോളം നമ്മൾ ഫർണിച്ചർ ഫീൽഡിൽ തന്നെ നിന്നു. പിന്നെ വേറെയും ഇലക്ട്രോണിക്സ് ഫർണിച്ചറായിട്ടുള്ള ഒരു ഫീൽഡിൽ ഞാൻ നിക്ഷാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ നിക്ഷാൻ മൊയ്തിക്കട കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഓരോ ഐഡിയകൾ ഇങ്ങനെ കിട്ടി, ബിസിനസ്സിനോടുള്ള ഐഡിയ കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ട് പിന്നെ നമ്മൾ ഫർണിച്ചർ കടയിൽ തന്നെ നിന്ന് ഇതിനോടൊരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ഇതിൻ്റെ BSc മാത്സ് ആണ് നമ്മുടെ ശരിക്കും ആ സംഭവം അല്ല. അപ്പോൾ നമ്മളത് ആദ്യം ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കൊക്കെ പോകാൻ വേണ്ടി കുറെ പഠിച്ചു നോക്കി. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി സെയിൽസിൻ്റെ സ്കോപ്പ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടിരിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ഒരു രക്ഷിതാക്കളും ബിസിനസ്സിലേക്കോ കാര്യങ്ങളോ വിടുന്നില്ല. കാരണം സ്കോപ്പ് ഇതല്ലല്ലോ. അപ്പോൾ നമ്മളിതിൽ നോക്കി ഇങ്ങനെ പയറ്റി ഇതിലൊരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ നമ്മൾ സ്വന്തമായി മാറി ചിന്തിക്കാൻ വിചാരിച്ചിട്ട് മാറി ചെയ്തപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊരു നല്ല ടീം വേണം. അപ്പോൾ ആ ടീമിന് വേണ്ടി നമ്മൾ തപ്പി വന്നപ്പോൾ നിലമ്പൂരുള്ള ഒരു ടീമായിട്ട് നമ്മളെ കുറച്ച് കാലമായിട്ട് നമ്മളൊരു 10-12 വർഷമായിട്ട് നമ്മൾ അറിയുന്നതുമാണ്. അപ്പോൾ അവരുടെ ക്വാളിറ്റി നമുക്കറിയാം. അവരെയും കൂടി നമ്മളിതിൽ അസോസിയേറ്റ് ചെയ്ത് നിലമ്പൂരുള്ള ആ ടീമും നമ്മളും കൂടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മുമ്പുണ്ടാകുന്ന ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമ്മൾ നെയിം ഇട്ടു. ഫസ്റ്റ് അതിന് തൊട്ട് മുമ്പ് തന്നെ എനിക്ക് ചാനലുണ്ടായിരുന്നു. അന്ന് ആ ചാനലിൻ്റെ പേര് നമ്മൾ പാഞ്ഞാൾ മണി എന്നായിരുന്നു. അപ്പൊ നമ്മളത് കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങി. അപ്പൊ കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലൻ മണിയായിട്ട് പിന്നെ കൺവേർട്ട് ചെയ്തു. 4 വർഷം മുമ്പെയാണ് നമ്മൾ യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ട് 6-7 വർഷം ആയാലും ആക്റ്റീവായിട്ട് അതില് ഈ ഓഫറുകൾ ചെയ്യാൻ 4 വർഷമായി. ഇപ്പൊ 2-2.5 വർഷമായിട്ടാണ് ആ വീഡിയോസ് വൈറലായി. ഇതിന്റെ വീഡിയോകൾ 24 ലക്ഷം, നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടത് 24 ലക്ഷം. അതേപോലെ അത്യാവശ്യം മോണിറ്റൈസിങ് ആയി, അതിന് ഇൻകം കിട്ടാൻ തുടങ്ങി. അതേപോലെ കുറേ യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് അവർ കൊളാബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പുറത്തേക്ക് കസ്റ്റമർ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിൽ നമുക്ക് ഇൻവോൾവ് ആയി. അപ്പോൾ നമുക്ക് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പ് കൊണ്ട് ആളുകൾക്ക് മൊത്തം സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് ഇനി 2 വർഷം മുമ്പേ നമ്മൾ ചെറുതുരുത്തി വെട്ടിക്കാട്ടിയിൽ നമുക്ക് വേറൊരു ഷോപ്പ് കൂടി, നല്ല വൈഡായിട്ടുള്ള ഒരു ഷോപ്പും കൂടി നമ്മൾ ചെയ്തു. അതിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് തന്നെയാണ്. അങ്ങനെ ഓക്കെ. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിലാണെങ്കിൽ ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ടെന്നൊക്കെ വന്നായിരുന്നു. കല്യാണം നോക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിൽ എന്താ വെച്ചാൽ നമ്മളൊരു കാസ്റ്റ് നായർ കാസ്റ്റ് ആണല്ലോ. അപ്പൊ വീട്ടിലുള്ള ആളുകൾക്ക് നമ്മൾ അതന്നെ ഇപ്പൊ എന്തായാലും അറേഞ്ച് മാരേജ്. അപ്പൊ 33 ഏജ് ആയി. അപ്പൊ നമ്മള് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സക്സസ് ആയി. ഇപ്പൊ നമ്മൾ വീട് വെച്ച് ലോണില്ലാതെ വെച്ച് വീട് ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ടൈം എടുക്കും. കൊറോണയും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ സത്യം പറഞ്ഞു വെച്ചാൽ ഒരു 32 കഴിഞ്ഞിട്ടാണ് നോക്കാൻ തുടങ്ങിയത്. അപ്പം ഈ നോക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾ അവരുടെ ബിസിനസ് ആർക്കും വേണ്ട. ബിസിനസ് നമ്മൾ അയച്ചതിന് നമ്മളൊരു കേരള മാട്രിമോണിയിലൊക്കെ കണ്ട് ബിസിനസ് അയച്ചതിന് ബിസിനസ് കണ്ട് ചിലപ്പോൾ ബിസിനസ് പൊട്ടിയാളെ വെച്ചിട്ടാവും. പിന്നെ എല്ലാം ഓക്കെ ആയി. ജാതകം ജാതകത്തിലൊന്നും ഒരു കഥയില്ല, നമ്മൾ വിശ്വാസമില്ല പറഞ്ഞാലും ഞാൻ ഏകദേശം കേരള മാട്രിമോണിയിൽ ഒരു 250 പേർക്ക് ഇതെടുത്തിട്ട് ആഴ്ചയിലും ജാതകത്തിൽ അന്ധവിശ്വാസമാണ്. ഒരൊറ്റ ആള് സ്വന്തം കാര്യം വരുമ്പോൾ ഈ പണിക്കാരുടെ അടുത്തേക്ക് പോണ സംഭവമാണ് ഇതിലില്ലേ. അപ്പൊ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറെ നോക്കി. അപ്പൊ യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നമ്മൾ പറയും. അപ്പൊ നമ്മളിപ്പോ ബിസിനസ്സും കാര്യങ്ങളായിട്ട് നടക്കുക. അപ്പൊ ആൾക്കാർക്ക് ബിസിനസ് ഒരു നല്ല വ്യത്യാസമുണ്ട്. അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാ വെച്ചാൽ കുഴപ്പമില്ല, സാലറി അങ്ങോട്ട് കിട്ടുകയാണല്ലോ. അങ്ങനെയാണ് പറയാ. നമ്മളെ പണി നിർത്തിയിട്ടാണ് ഈ പരിപാടിക്ക് ചെയ്യുന്നതെന്നില്ല. ബിസിനസ് അതേപോലെ അന്ധവിശ്വാസം ഈ ഒരു സംഭവത്തിലാണ് ഇത് പോണത്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കേൽബ്രോ ബിജു ഏട്ടന്റെ വീഡിയോയിൽ ഇങ്ങനെ ഇട്ടിട്ട് പൂനെന്നൊക്കെ വന്നത്. കേരളത്തിന്റെ ഉള്ളിൽ വെച്ച് നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ കുറെ ദൂരെന്ന് വരാൻ നമുക്ക് ബിസിനസ്സും അത്ര ദൂരെയൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാസ്റ്റ് ഇപ്പൊ നമ്മള് നല്ല രീതിയിൽ നോക്കി അവരെ ഇതെന്താ ജാതകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇന്നിപ്പോ പല കേസുകളും നടക്കുന്നുണ്ട്. ജാതകം 10-10 പൊരുത്തുള്ളവർ തന്നെ ആ പ്രശ്നമൊക്കെ നടക്കും. ശരിക്ക് ഞാൻ പറയട്ടെ, സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ എത്ര ടെൻഷൻ പിടിച്ച കസ്റ്റമർ, ചൂടായി വരുന്ന കസ്റ്റമർ മരിക്കാനുള്ള കഴിവുള്ള ആളാണ് സെയിൽസ്മാൻ. ആ ആളുടെ ഫാമിലി ലൈഫ്, ഒരു സെയിൽസ്മാൻ്റെ ഫാമിലി ലൈഫ് പ്രോബ്ലം ആയിട്ട് വന്നതായിട്ട് ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് അറിയില്ല, റയറായിട്ട്.
യഥാർത്ഥത്തിൽ സെയിൽസ് ഫീൽഡ്, ബാക്കി എല്ലാ ഫീൽഡും മോശമെന്നല്ല പറയുന്നത്, സെയിൽസ് ഫീൽഡ് നിൽക്കുന്ന ആൾക്കാരുടെ ഫാമിലി ലൈഫ് സെറ്റ് ആയിരിക്കും. വേറെയുള്ള മേഖലയിൽ പല ടെൻഷനായിട്ടാണ് വരിക. ഇപ്പോൾ കസ്റ്റമർ തെറി പറയുന്ന കസ്റ്റമറെ നമ്മൾ എടുപ്പിക്കുന്ന ആളാണ് സെയിൽസ്മാൻ. അപ്പൊ പിന്നെ വീട്ടില് വൈഫ് തെറി പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അതിന് സോൾവ് ചെയ്യാൻ മെരുക്കിയെടുക്കാനുള്ള കഴിവ് സെയിൽസ്മാൻ ഉണ്ട്. ഏത് ഇതിലും നോക്കിയാൽ ഒരു സെയിൽസ്മാൻ അവരുടെ ലൈഫ് പ്രശ്നമാക്കിയിട്ട് കണ്ടിട്ടില്ല. ബാക്കി ഏത് ഫീൽഡിൽ എത്ര പൈസ കിട്ടുന്ന ഫീൽഡിലായാലും അവരുടെ ഫാമിലി ലൈഫ് പോയി പോകും. അപ്പോൾ സെയിൽസ്മാൻ എന്താണ്, മക്കളെ സെയിൽസിലേക്ക് എന്താണ് ബിസിനസ്സിലേക്ക് ഇറക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല നമ്മൾക്ക് സെയിൽസ് ഫീൽഡിൽ അറിയാം ലക്ഷങ്ങളിൽ വാങ്ങുന്ന സെയിൽസ്മാൻമാരുണ്ട്. പക്ഷെ ബിസിനസ്സും ഇതും ചെയ്യുന്നവരുണ്ട്. അവര് ഒന്നും എന്താണ് സെയിൽസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമ്മൾ വഴിയോരത്തിൽ ചെയ്യുന്ന കച്ചവടം മാത്രമാണ് സെയിൽസിലേക്ക് ഓർമ്മ വരിക. അത് എന്തിപ്പോൾ സെയിൽസ് ചെയ്യുക വെച്ചാലും ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരിക നമ്മൾ ഫുട്പാത്തിൽ സെയില് ഫസ്റ്റ് ഓർമ്മ വന്നിട്ടാണ്. നമ്മൾ കൂടിയ സാധനം നമ്മളെ ബ്രില്യൻ്റ് ഐഡിയയിൽ വിൽക്കുന്ന സെയിൽസും മറ്റേ സെയിലായി സൂപ്പർ മാർക്കറ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്തു കൊടുക്കുന്ന സെയിലായി കമ്പയർ ചെയ്യും. ഒരു സെയിൽസ് ഫീൽഡിലേക്ക് നമ്മളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുത്താലും ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാനതിൽ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഏതെങ്കിലും ഒരു പണി വേണ്ട വെച്ചിട്ട് ഫസ്റ്റ് വരണം. പക്ഷെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലായപ്പോഴാണ് നമ്മൾ ഈ ഫീൽഡിൽ തന്നെ ഉറപ്പിച്ചത്. നന്നായി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സ്വന്തമായിട്ട് മാർക്കറ്റിങ്, നമ്മളിപ്പോൾ എല്ലാ ആളുകളുടെ അടുത്തും പറയുന്ന പോലെ നമുക്കൊരു ചാനലുണ്ട്. നമ്മൾ ചെയ്ത് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ കുറേ ഇതേപോലെ നമുക്ക് കുറേ പേര് കൊളാബും കാര്യങ്ങളും വീഡിയോ എടുക്കാൻ വരും. അപ്പം നമുക്ക് കാര്യമായിട്ട് ചിലവില്ലാതെ നമ്മൾ ഫിലിം സ്റ്റാറും ഭയങ്കര വലിയ മറ്റേ ന്യൂസ് പേപ്പറിലും ഇതിലൊക്കെ ഇട്ട് വലിയ കാശ് പൊട്ടിക്കാനില്ലാത്ത ആൾക്കാർ ചെറിയ രീതിയിൽ വീഡിയോ ചെയ്ത് നമുക്കെന്നെ അറിയുന്ന രീതിയിൽ ഫർണിച്ചറിന് 16 വർഷം ഈ ഫീൽഡിലാണ്. അപ്പോൾ ആ ഫീൽഡിലത്തെ അറിവാണ് വീഡിയോ ആയിട്ട് നമ്മള് ഒരു ഷോപ്പിലൊക്കെ ഒരു 100-200 പേര് നിൽക്കുന്നതിൻ്റെ ഒക്കെ ഇൻചാർജായി മാറിയിട്ടും നല്ല വർക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ നമ്മളിത് 100% പൊട്ടില്ല എന്ന് ഉറപ്പോട് കൂടിയിട്ട് ബിസിനസ്സിൽ വരുന്നത്. ഈ ബിസിനസ് വേണ്ടാന്ന് പറയുന്ന രക്ഷിതാക്കള് കേൾവി പൊട്ടിയ കഥകൾ മാത്രമാണ്. അപ്പൊ കാര്യമായിട്ട് ബിസിനസ്സിൽ ഇപ്പൊ ഒരുപാട് പേര് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഫെയിലർ അവർ ചിന്തിക്കണം. ബിസിനസ് കാരണം ഇപ്പൊ ലൈഫ് മാറിയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ വളരെ റെയർ. ഇവിടുത്തെ നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർ വളരെ റെയറാണ്. ഇപ്പോൾ ഒന്നാമത്തെ അറേഞ്ച് മാരേജ് കുറവാണ് മാരേജിൽ നടക്കുന്നത്. മാട്രിമോണി ടീം കാശ് മേടിക്കണോ, നമ്മൾ ആസാക്കിയോട് എന്തെങ്കിലും ഒരു പ്രൊഫൈൽ അയച്ചോടും വിളിച്ചു ചോദിച്ചാൽ മോൾക്ക് ഇപ്പോൾ പഠിക്കാനാ അവരെന്നെ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ നോർമലി ജാതകവും ഇതൊക്കെ വെറുതെ അവരൊരു പേരെന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കൂടുതൽ 99% അറേഞ്ച് മാരേജ് നിന്ന പോലെ അവസ്ഥയാണ്. അപ്പൊ അതാണ് ഒരുപാട് ചെക്കന്മാർ ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ലൈഫിൽ സെറ്റ് ആവണമെങ്കിൽ ഒരു വീടും നമ്മളൊന്ന് സെറ്റായി പിന്നെ ഒന്ന് ലെവലായാൽ മതി എന്നാണ് വിചാരിച്ചത്. അപ്പൊ അതൊന്നല്ല. ഫസ്റ്റ് ഇപ്പോൾ മാരേജ് കിട്ടാനാണ് ബുദ്ധിമുട്ട് എന്ന് പിന്നീടാണ് മനസ്സിലായി. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികളെ കിട്ടാനില്ല നമ്മളുടെ ഇതില്. പിന്നെ കാസ്റ്റ് ഒന്നും നോക്കാം. നമ്മൾ അറേഞ്ച് മാരേജ് ആകുമ്പോൾ കാസ്റ്റ് എന്തായാലും നോക്കുമല്ലോ. അറേഞ്ച് അല്ലാത്ത ആൾക്കാരെ വെച്ചാൽ നമ്മൾ ഏത് വർക്കിലേക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഫോക്കസ് ചെയ്ത് നടത്തണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ട്. നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ആരെങ്കിലും നല്ലത് വരെ വെച്ചാൽ നമുക്ക് നോക്കാം.